പറയെടുപ്പ് എന്നാൽ എന്താണെന്ന് അറിയാം. ഭഗവതിക്കാവുകളിലും മറ്റും നടത്തുന്ന ഒരു പ്രധാന ചടങ്ങാണ് പറയെടുപ്പ് അല്ലെങ്കിൽ പറക്കെഴുന്നള്ളത്ത് എന്നറിയപ്പെടുന്നത്. അപൂർവമായി ദേവന്മാരുടെ ക്ഷേത്രങ്ങളും ഇത് നടത്താറുണ്ട്. ദേവിയുടെയോ ഭഗവതിയുടെയോ പ്രാദേശിക ക്ഷേത്രോത്സവങ്ങൾ ആരംഭിക്കുന്നത് പറയെടുപ്പോടെയാണ്. ആ പ്രദേശത്തെ കുടുംബങ്ങളിൽ നിന്നും ആണ്ടുതോറും ക്ഷേത്രത്തിലേക്ക് നെല്ലും അരിയും സംഭാവന ചെയ്യുന്ന ചടങ്ങാകുന്നു ഇത്. പ്രാദേശിക ഭേദമനുസരിച്ച് ഈ ചടങ്ങിന് പല വ്യത്യാസങ്ങളുമുണ്ട്. ഭഗവതിയെ ചിലപ്പോൾ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ രൂപത്തിൽ നിർമ്മിച്ച ജീവത എന്ന പല്ലക്കിലോ അല്ലെങ്കിൽ ആനപ്പുറത്തോ ആയിരിക്കും ഭവനങ്ങളിലേക്ക് എഴുന്നള്ളിക്കുക. ചിലപ്പോൾ ദേവിയുടെ പ്രതിനിധിയായി വെളിച്ചപ്പാടായിരിക്കും വരിക. ക്ഷേത്രങ്ങളിൽ നിന്ന് വെളിച്ചപ്പാടും പഠനക്കാരും വാദ്യഘോഷത്തോടുകൂടി നിശ്ചിത ഗൃഹങ്ങളിൽ ചെന്ന് നിറപറ സ്വീകരിക്കും. ഗൃഹങ്ങളിൽ പ്രത്യേക സ്ഥലത്ത് ചാണകം മെഴുകി അരിമാവ് കൊണ്ട് അലങ്കരിച്ച് കുരുത്തോലയും മറ്റും തൂക്കി വിളക്ക് വച്ച് പറയും ഇടങ്ങഴിയും നെല്ലും അരിയും എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കും. ഭഗവതിയുടെ അല്ലെങ്കിൽ വെളിച്ചപ്പാടിൻ്റെ സാന്നിധ്യത്തിൽ ആ വീട്ടിലെ ഗൃഹനാഥ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് പറയിൽ നെല്ല് നിറയ്ക്കും. വെളിച്ചപ്പാട് നിയോഗം വന്ന് തുള്ളുകയും അരുളപ്പാട് നടത്തുകയും ചെയ്യും. അതിനുശേഷം ആഘോഷപൂർവ്വം എല്ലാവരും തിരിച്ചു പോകും. തൃശൂർ തുടങ്ങിയ മധ്യ കേരള പ്രദേശങ്ങളിലാണ് പറയെടുപ്പിന് കൂടുതൽ പ്രചാരം കാണുന്നത്. തൻ്റെ ഉണ്ണികളെ കാണാൻ തട്ടകത്തമ്മ ഓരോ ഗൃഹങ്ങളിലേക്കും എഴുന്നള്ളുന്നു എന്നാകുമ്പോൾ ആ ഗൃഹത്തിലേക്ക് ഐശ്വര്യവും ക്ഷേമവും വരുന്നു എന്നു തന്നെ അർത്ഥം. ഒരു ഗ്രാമത്തിൻ്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുവാൻ പറയെടുപ്പ് വഹിക്കുന്ന പങ്ക് ചെറുതല്ല.